പൂരങ്ങൾ നമ്മുടെ നാലുപുറം അനവധി ഉണ്ടെങ്കിലും പൂരങ്ങൾക്ക് ഈ വർഷം പങ്കെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ആകെ ഞാൻ പോയി എന്ന് പറയണത് 2 ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട്. നമ്മുടെ തൃത്താലയിലുള്ള ആര്യമ്പാടത്തെ പൂരമാണത്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം ഒന്ന് പങ്കെടുത്തത്. അതും പോരാൻ പറ്റുമോ എന്നുള്ളത് നിശ്ചയമില്ലായിരുന്നു. കാരണം നമ്മൾ വണ്ടി കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ നിർത്തുക എന്നുള്ളത് അറിയില്ല. പിന്നെ എല്ലാവർക്കും കൂടി പോരാന്നുണ്ടെങ്കിൽ കാർ എടുക്കാനേ പാകുള്ളൂ. അത് നിർത്തിയിട്ടാലും എന്താ സംഭവങ്ങൾ എന്നുള്ളത് അറിയില്ല. എന്തായാലും വേണ്ട രണ്ടും കൽപ്പിച്ച് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. കാരണം കറക്റ്റ് 10 മണിക്ക് തന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ഇതാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസം. 1-2 പാട്ടുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ അതിലൊരു എന്താ പറയുക, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അത് അസാധ്യമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ വെച്ചാൽ നമുക്ക് കുറേ കാലങ്ങളായിട്ട് പലരും സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സൗണ്ട് എന്താണെന്ന് അറിയില്ല, നല്ല രീതിക്ക് അയാൾ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് തന്നെ പറയട്ടോ. എല്ലാവരും നല്ല കയ്യടിയും സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണേട്ടോ, കവലയിൽ നിറയെ ആൾക്കാർ വന്നിട്ടല്ലേ, പറയവോ എല്ലാരും കാണണ കൃഷ്ണേട്ടാ. എന്നാലും ഈ കണ്ണം നാളെ തന്നെ അല്ലേ. ഗാനമേളയുടെ ഇടയിലത്തെ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തല്ലാണ്. അതിനുള്ള അവസരം നിർത്താതെ പോലീസുകാർ ഉണ്ടാക്കി കൊടുത്തില്ല, അത് വേറെ കാര്യം. പിന്നെ അവർ കറക്റ്റ് 10 മണിക്ക് തന്നെ വന്നിട്ട് സൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാട്ട് പാടുന്ന ആൾക്കാരുടെ ഒരു അഭ്യർത്ഥന പ്രകാരം ഒരു ലാസ്റ്റ് ഫൈനലായിട്ട് ആ പാട്ടൊന്ന് പാടി അവസാനിപ്പിക്കാൻ ഒരു 5 മിനിറ്റ് സമയം കൂടി അവർ നീട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാ കുട്ടികളും നിരന്ന് നിന്നിട്ട് ഡാൻസ് കളിക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് രണ്ടാമത് വീണ്ടും അടി ഉണ്ടാക്കിയത്. വീണ്ടും പോലീസുകാർ ഇടപെട്ടു. എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നല്ലൊരു പൂരമായിരുന്നു.